എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ ഇപ്പൊ നറൂട്ടോയും സാസുകയും അവർ രണ്ടുപേരും ഫൈറ്റ് ചെയ്യാൻ തയ്യാറെടുത്ത് നിൽക്കുകയാണ്. നറൂട്ടോ ഒരു സെക്കൻഡ് നെജിയെ ആലോചിക്കും. ഉടനെ ഫ്ലാഷ് ബാക്കിൽ നെജി നറൂട്ടോട് പറയും, നറൂട്ടോ ആക്ച്വലി നിന്റെ കണ്ണിന് എന്റെ കണ്ണിനെ കഴിഞ്ഞും പവറുണ്ട്. പല കാര്യങ്ങളും നിനക്ക് ചെയ്യാനായിട്ട് കഴിയും. വലിയ വലിയ തെറ്റുകളിലുള്ളവരെ ഈസി ആയിട്ട് നിനക്ക് നിന്റെ പവർ ഉപയോഗിച്ച് തിരികെ പിടിക്കാൻ കഴിയും. സാസുകയെ തിരികെ പിടിക്കാനും നിന്നെ കൊണ്ട് മാത്രമേ കഴിയൂ. അതുകൊണ്ട് എങ്ങനെയെങ്കിലും അവനെ തിരികെ പിടിക്കണം. നിനക്ക് മാത്രമേ ആപത്തിലും തെറ്റിലും വീണു പോകുന്നവരെ തിരിച്ചു കൊണ്ടുവരാനുള്ള കഴിവുള്ളൂ. കട്ട് ചെയ്ത സാസുക അവനിപ്പോ നറൂട്ടോട് പറയും, ഞാൻ എല്ലാ കാര്യങ്ങളും അന്വേഷിച്ചറിഞ്ഞു. എന്റെ ചേട്ടൻ അദ്ദേഹം എന്തിനു വേണ്ടി മരിച്ചു, ക്ലാൻ എന്താണ്, വില്ലേജ് എന്താണ്, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഫസ്റ്റ് ഹൊക്കാഗയിൽ നിന്ന് തന്നെ ഞാൻ കറക്റ്റായിട്ട് മനസ്സിലാക്കി. ക്ലാനോ വില്ലേജോ അതിലൊന്നുമല്ല കാര്യം, അതിലുള്ള ജനങ്ങളിലാണ് യഥാർത്ഥ കാര്യം. ജനങ്ങളുടെ മനസ്സാണ് ഏറ്റവും പ്രധാനം. അവരെ ഡിപ്പെൻഡ് ചെയ്താണ് എല്ലാ കാര്യവും ഉള്ളത്. ജനങ്ങൾ ആത്മാർത്ഥമായി സമാധാനത്തിന് വേണ്ടി ആഗ്രഹിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും സമാധാനം ഉണ്ടാവും. അതിനുവേണ്ടിയാണ് സാക്ഷാൽ ഹിറ്റാച്ചി എന്റെ ബ്രദർ അവനൊരു ക്രിമിനലായി മാറിയത്. ഈ ലീഫ് വില്ലേജിനെ പ്രൊട്ടക്ട് ചെയ്യാൻ അവന് റോക്ക് നെഞ്ചയായി മാറി. ഷാഡോകളിൽ നിന്നും മറ്റ് ബാഡ് ആയിട്ടുള്ള ആൾക്കാരിൽ നിന്നൊക്കെ അവൻ ഒരു നിഴല് പോലെ ഈ വില്ലേജിനെ പ്രൊട്ടക്ട് ചെയ്തു. സോ ഹിറ്റാച്ചിയാണ് യഥാർത്ഥ ഹൊക്കാഗ. അവന്റെ അത്രയും കഴിവും പവറും വില്ലേജിനോട് സ്നേഹമുള്ള ഒരാളെ ഞാൻ ഇതുവരെ എൻ്റെ ലൈഫിൽ കണ്ടിട്ടില്ല. എൻ്റെ ചേട്ടൻ എല്ലാവർക്കും വേണ്ടി ജീവിച്ചു. പക്ഷേ എൻ്റെ ചേട്ടൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റും അത് തന്നെയാണ്. എൻ്റെ ചേട്ടൻ ചെയ്ത മറ്റൊരു വലിയ തെറ്റാണ് എന്നെ ജീവനോടുകൂടെ ഇവിടെ ഉപേക്ഷിച്ചിട്ട് പോയത്. എന്നോട് എല്ലാ സത്യങ്ങളും മറച്ചു വെച്ചത്. അതുപോലെ തന്നെ ഈ വില്ലേജിനും ലോകത്തിനു മുൻപിലൊക്കെ ഒരു വില്ലനായി മാറിയത് എൻ്റെ ചേട്ടനും ഫസ്റ്റ് ഹൊക്കാഗയും. അവർ രണ്ടുപേരും എല്ലാ കാര്യങ്ങളും എന്നോട് പറയുന്നത് വരെ എനിക്ക് എൻ്റെ ചേട്ടനോട് ദേഷ്യം മാത്രമായിരുന്നു. ദേഷ്യം മാത്രമേ അദ്ദേഹം എന്നിൽ ഉളവാക്കിയിട്ടുള്ളൂ. ഒരു കാരണവശാലും ഞാൻ എൻ്റെ ചേട്ടനെ പോലെയും അച്ഛനെ പോലെ ആവില്ല. അവർ രണ്ടു പേരിൽ നിന്നും ഞാൻ വളരെ ഡിഫറെൻ്റ് ആണ്. ഈ ലോകത്തിന്റെ എല്ലാ പ്രശ്നങ്ങളും ഷിനോബികളുടെ പ്രശ്നങ്ങളും ഞാൻ തീർക്കും. ഈ ലോകത്തെ മുഴുവനായിട്ടും എൻ്റെ വിരൽത്തുമ്പിലേക്ക് കൊണ്ടുവന്ന് ഞാൻ കറക്റ്റ് ചെയ്യും. സോ ഇന്നു മുതൽ ഞാനാണ് ഇവിടുത്തെ ഹൊക്കാഗ. അത് കേട്ട് നറൂട്ടോ ചോദിക്കും, ഇതൊക്കെ മറ്റുള്ളവർ അംഗീകരിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഹൊക്കാഗ പദവി അത് സ്വന്തമായിട്ട് ഏറ്റെടുക്കേണ്ട ഒന്നല്ല, അത് സമൂഹം കൽപ്പിച്ചു തരേണ്ട ഒരു കാര്യമാണ്. ഒരു കാരണവശാലും ആരും ഇത് അംഗീകരിക്കാൻ പോകുന്നില്ല. അതിന് സാസുക അവൻ ചിരിക്കും. എനിക്കിതാരും ഏൽപ്പിച്ചു തരേണ്ട കാര്യമില്ല, ഞാനിത് ഏറ്റെടുത്ത് കഴിഞ്ഞു. എൻ്റെ പവർ ഉപയോഗിച്ച് അത് നിറവേറ്റാൻ എന്നെ കൊണ്ട് കഴിയും. മാത്രമല്ല ഇനി എൻ്റെ പവർ ഉപയോഗിച്ചായിരിക്കും ഞാൻ എല്ലാവരെയും ഭരിക്കാനും കറക്റ്റ് ചെയ്യാനും ഈ ഒരു ലീഫ് വില്ലേജിനെ മുൻപോട്ട് കൊണ്ടുപോകാനും പോകുന്നത്. ആക്ച്വലി ഹിറ്റാച്ചി അദ്ദേഹം എന്തിനാണ് ശ്രമിച്ചതെന്ന് പോലും നിനക്കറിയില്ല. തെറ്റായ വഴിയിലേക്കാണ് നീ എല്ലാത്തിനെയും കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത്. അതിന് സാസുക അവൻ പറയും, അതെ, ഇനി മുതൽ ഒരേ ഒരു തെറ്റ് ഞാനാണ്. എല്ലാവരുടെയും വെറുപ്പും ദേഷ്യവും അതൊക്കെ എൻ്റെ മേൽ മാത്രം മതി. ബേസ്മെന്റ് മുതൽ പണിത് ഞാൻ ലീഫ് വില്ലേജിന് പുതിയൊരു മുഖം ഉണ്ടാക്കിയെടുക്കും. ലീഫ് വില്ലേജിന്റെ കറക്റ്ററും ഭരണാധികാരിയും അങ്ങനെ എല്ലാം ഞാൻ തന്നെയാണ്. ഞാൻ മാത്രം ഇരുളിൽ ജീവിച്ചാൽ മതി, മറ്റാരും അതിൽ ജീവിക്കാൻ ഞാൻ അനുവദിക്കില്ല. ആക്ച്വലി നിനക്കൊരു കാര്യം അറിയോ, നീ എൻ്റെ ബ്രദറിനെ പോലെ തന്നെയാണ്. സോ നിന്നെ കൂടെ എനിക്ക് എൻ്റെ ലൈഫിൽ നിന്ന് കട്ട് ഔട്ട് ചെയ്യണം. അതുകൂടെ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ഞാൻ എല്ലാം കൊണ്ട് ഫ്രീ ആണ്. എന്നെ തടയാനോ വെല്ലുവിളിക്കാനോ എനിക്ക് പ്രതിസന്ധി ആയിട്ടോ പിന്നീട് ആരും ഉണ്ടാവില്ല. കട്ട് ചെയ്ത നറൂട്ടോ ഹിറ്റാച്ചി പറഞ്ഞ ആ ഒരു കാര്യം ആലോചിക്കും. സാസുക അവൻ ഓരോ ദിവസം കഴിയുന്തോറും വലിയ തെറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നിന്നെ കൊണ്ട് മാത്രമേ അവൻ അതിൽ നിന്നെല്ലാം തിരികെ പിടിക്കാൻ കഴിയൂ. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത് ഇപ്പൊ ഹൊഗാറാമോയെ കാണിക്കും. ആളാണെങ്കിൽ ഇപ്പൊ കരയാണ്. എന്നിട്ട് വീണ്ടും സാസുകയെയും നറൂട്ടോയെയും കുറിച്ച് ആലോചിക്കും. ആ സമയം നറൂട്ടോ അവൻ പറഞ്ഞത്, ശരിക്കും ഞാനും സാസുകയും റിയൽ ബ്രദേഴ്സ് അല്ല, പക്ഷെ ഇന്നു മുതൽ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് നിന്ന് ഈ ഗ്രാമത്തെ തിരികെ പിടിക്കും. അതിനുശേഷം സാസുക അവൻ ഹൊഗാറാമയോട് പറയും, എനിക്ക് എൻ്റെ ചേട്ടനെ പോലെ ആവാൻ താല്പര്യമില്ല. ഞാൻ ഈ ലീഫ് വില്ലേജിന് പുതിയൊരു മുഖം കൊണ്ടുവരും. അതിന് എനിക്ക് തടസ്സം നറൂട്ടോ ആണ്. സോ ഉറപ്പായിട്ടും നറൂട്ടോയെ ഞാൻ ഇല്ലാതാക്കും. കട്ട് ചെയ്ത വീണ്ടും സാസുകയും നറൂട്ടോയും കാണിക്കും. അവരിപ്പോഴും മുഖത്തോട് മുഖം നോക്കി നിൽക്കുകയാണ്.
അവർ ചെറിയ വയസ്സിൽ ഫൈറ്റ് ചെയ്തത്. അതിനുശേഷം പിന്നീട് ഓരോരോ കാലഘട്ടങ്ങളിലും അവർക്കിടയിലുണ്ടായ ഫൈറ്റ് അങ്ങനെ ഓരോരോ കാര്യങ്ങളായിട്ട് കാണിച്ചു കൊണ്ടേയിരിക്കും. കട്ട് ചെയ്ത അടുത്ത സെക്കൻഡ് അവർ രണ്ടുപേരും തമ്മിൽ പൊരിഞ്ഞ അട്ടിയിടി ബഹളം. സാസുകയാണെങ്കിൽ ഫയർബോൾ ജിപ്സും ഒക്കെ വെച്ച് കുട്ടപ്പനെ അറ്റാക്ക് ചെയ്യും. കുട്ടപ്പൻ എന്തെങ്കിലും ചെയ്യാനായിട്ട് ശ്രമിക്കുമ്പോഴേക്കും സാസുക അവനാണെങ്കിൽ ഹാൻഡ് സൈൻ വെച്ച് ഇപ്പൊ കുട്ടപ്പനെ ബ്ലോക്ക് ചെയ്ത് അങ്ങനെ ചവിട്ടി അങ്ങോട്ട് തെറിപ്പിക്കും. പക്ഷെ നാറൂട്ടോ അവനവന്റെ ക്ലൗൺസിനെ ക്രിയേറ്റ് ചെയ്ത് റസൻ കണ്ണുണ്ടാക്കി അറിഞ്ചം പൊറഞ്ചം സാസുകയെ തല്ലി തല്ലി അങ്ങനെ തെറിപ്പിക്കാനായിട്ട് ആരംഭിക്കും. സാസുകയാണെങ്കിൽ അവന്റെ റെനീങ്കൻ ഷെരീങ്കൻ പവർ അതുപയോഗിച്ചുകൊണ്ട് ഇപ്പൊ നറൂട്ടോയെ അങ്ങനെ ബ്ലോക്ക് ചെയ്യാനായിട്ട് ആരംഭിക്കും. അതിനുശേഷം യൂണിവേഴ്സൽ റെനീങ്കൻ പവർ ഉപയോഗിച്ച് ആ 4 ക്ലൗൺസിനെയും റിയൽ നറൂട്ടോയെയും അവന്റെ അടുത്തേക്ക് അബ്സോർബ് ചെയ്ത് കൊണ്ടുവരും. എന്നിട്ട് അമത്തറാസ് ഫയർ വെച്ച് അങ്ങനെ 4 കുട്ടപ്പന്മാരെയും കത്തി എരിയിച്ച് അങ്ങനെ അട്ടിച്ച് പറപ്പിക്കും. നാറൂട്ടോ സെക്കൻഡുകൾ കൊണ്ട് ഇപ്പൊ 9 ടൈൽ പവറിലേക്ക് പോവും. അതിനുശേഷം സാസുകയെ ഇടിച്ചു വലിച്ച് ഇട്ടിക്കാനായിട്ട് തുടങ്ങും. സാസുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് സുസാനയെ ക്രിയേറ്റ് ചെയ്യും. അതിനുശേഷം റെനിങ്കൻ ഉപയോഗിച്ച് നാറൂട്ടോയെ ടെലിപ്പോർട്ട് ചെയ്ത് അങ്ങനെ വെള്ളത്തിലേക്ക് വലിച്ചെറിയും. കുട്ടപ്പം വിട്ടുകൊടുക്കില്ല. അവൻ വീണ്ടും വീണ്ടും സാസുകയെ ലക്ഷ്യമാക്കി വരും. പക്ഷെ ഫയർ സ്റ്റൈൽ ഫയർബോൾ ഉപയോഗിച്ച് അവൻ നറൂട്ടോയെ ഓരോ തവണയും അറ്റാക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. നറൂട്ടോ മുഴുവനായിട്ടും ആ 9 ടൈൽ പവറിലേക്ക് മാറിക്കഴിഞ്ഞു. അതുപോലെ തന്നെ സാസുക അവൻ സുസാനയുടെ ഫുൾ ഫോമിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ രണ്ടുപേരും വമ്പൻ ആക്ഷൻസ് ഒക്കെ ഇട്ട് പൊരിഞ്ഞ അട്ടിയിട്ടി ബഹളം. അവരുടെ ആ ഒരു ഫൈറ്റില് അവിടെയുള്ള സ്ഥലങ്ങൾ പോലും അങ്ങനെ തകർന്നു വീഴാനായിട്ട് ആരംഭിക്കും. അങ്ങനെ സുസാനയും കുറാമയും അവർ രണ്ടുപേരും പരസ്പരം ഏറ്റുമുട്ടി ഫ്ലാഷ് ബാക്കിലേക്ക് പോവും. നാറൂട്ടോയുടെ കുട്ടിക്കാലത്ത് അവനെ നോക്കി സാസുക നിൽക്കും പോലെയും സാസുകയുടെ കുട്ടിക്കാലത്ത് അവനെ നോക്കി നറൂട്ടോ നിൽക്കും പോലെയും അവർ രണ്ടുപേരും ഇമാജിൻ ചെയ്യും. അവർക്ക് രണ്ടുപേർക്കും അവരുടെ ഫീലിങ്സ് അത് പരസ്പരം മനസ്സിലാകാൻ തുടങ്ങും. കട്ട് ചെയ്ത ഇവിടെ സുസാനയും നറൂട്ടോയുടെ 9 ടൈൽ പവറും അത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും കഴുത്ത് പിടിച്ച് ഞെരിക്കുകയാണ്. അതിനുശേഷം വീണ്ടും അവർ ഫ്ലാഷ് ബാക്കിലേക്ക് പോകും. ഫ്ലാഷ് ബാക്കിൽ സാസുക അവൻ നറൂട്ടോയെ അറിഞ്ചം പൊറഞ്ച് ഇടിച്ച് അവനോട് പറയും, നിനക്ക് ആക്ച്വലി യാതൊരു ഫീലിങ്സും ഇല്ല. അച്ഛൻ്റെ അമ്മയുടെ സ്നേഹം, ബ്രദറിന്റെ കെയർ അങ്ങനെ ഒന്നും നിനക്ക് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ എൻ്റെ ഫീലിങ്സ് എന്താണെന്ന് നിന്നെ കൊണ്ട് മനസ്സിലാക്കാൻ കഴിയില്ല. സോ ഒരു കാരണവശാലും എന്നെ തടയാൻ നീ വരരുത്. അതിനുശേഷം വീണ്ടും ഇപ്പൊ പ്രസന്റ് കാണിക്കും. സുസാനയാണെങ്കിൽ അതിന്റെ ഫുൾ പവറിൽ കുറാമയെ അറ്റാക്ക് ചെയ്യും. അതിനുശേഷം കുറാമയെ രണ്ടായിട്ട് വെട്ടി വീശാൻ അതിന്റെ സ്ക്വാഡ് ഉപയോഗിച്ച് അങ്ങനെ ആഞ്ഞു വീശും. അതിന് കുറാമ അവന്റെ സ്ക്വാഡ് വെച്ച് ഇപ്പൊ സുസാനയെ തടയും. അതിനുശേഷം സുസാനയെ കാലെ തൂക്കിയെടുത്ത് നിലത്തൊരൊറ്റ അടി. ആ ഒരു അടിയില് സുസാന വീണ് കിടക്കും. കുട്ടപ്പൻ ടെയിൽഡ് ബീസ്റ്റ് ബോംബുണ്ടാക്കി ഇപ്പൊ സുസാനെ അറ്റാക്ക് ചെയ്യാൻ അവന്റെ ക്ലോസ് എത്തി അങ്ങനെ സുസാനെ നോക്കി നിൽക്കുകയാണ്. നറൂട്ടോയ്ക്കാണെങ്കിൽ സാസുകയെ അറ്റാക്ക് ചെയ്യാൻ മനസ്സ് വരുന്നില്ല. അവൻ വീണ്ടും വളരെ ദയനീയമായി ഇപ്പൊ സാസുകയെയും സുസാനയെയും നോക്കി നിൽക്കും. പക്ഷെ അപ്പോഴായിരിക്കും ഒരു വമ്പൻ ട്വിസ്റ്റ്. സുസാന അത് ലൈറ്റ്നിങ് പവർ ഉപയോഗിച്ച് 9 ടൈലിനെ അട്ടിച്ച് തെറിപ്പിക്കും. കുട്ടപ്പനാണെങ്കിൽ അങ്ങനെ തെറിച്ചു പോയി അട്ടിച്ചു വീഴും. അത് കണ്ട് സാസുക അവൻ ചിരിക്കും. നിന്നെ കൊണ്ട് ഒരിക്കലും എന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല. നീ ഫിസിക്കലിയും ഇമോഷണലിയും വളരെ വീക്കാണ്. നറൂട്ടോ വീണ്ടും ഇപ്പൊ പതിയെ മുകളിലേക്ക് എഴുന്നേക്കാൻ തുടങ്ങും. അത് കേട്ട് കുട്ടപ്പൻ ഇപ്പൊ ടെയിൽഡ് ബീസ്റ്റ് ബോംബ് ക്രിയേറ്റ് ചെയ്യും. സാസുകയാണെങ്കിൽ ചിത്തോരി പവറും 2 പവറുകളും കൂട്ടിയിടിച്ച് ആ ഒരു പ്രദേശം അത് മുഴുവനായിട്ടും തകരാൻ ആരംഭിക്കും. അവർ രണ്ടുപേരും ഇപ്പൊ മറ്റൊരു ടൈം സ്പേസിലേക്ക് പോവും. സാസുക പറയും, എനിക്ക് നിന്റെ ഇമോഷൻസ് കറക്റ്റായിട്ട് അറിയാം, അതുപോലെ തന്നെ നിനക്ക് എന്റെയും. സോ നീ ഇപ്പോ ഒരു ഭാരമാണ്, ബാധ്യതയാണ്. സോ എനിക്ക് നിന്നെ മാറ്റി നിർത്തിയേ പറ്റൂ. നിനക്കൊരു കാര്യം അറിയോ, ഇപ്പൊ 5 നേഷൻസും ഒന്നാണ്. ഞാൻ മരിച്ചതിന് ശേഷം എന്റെ റൂളിംഗ് നടത്തി ഞാൻ മരിച്ചതിന് ശേഷം പിന്നീട് ഈ 5 രാജ്യങ്ങളും ഒന്നായി സമാധാനത്തിന് മുൻപോട്ട് പോകും. ഷെരീങ്ക കണ്ണിൽ ആരംഭിച്ച് ഇപ്പോ റെനീങ്ക കണ്ണില് ഞാൻ എത്തിയിരിക്കുകയാണ്. സാസുക വീണ്ടും പറയും, ഇത്രയും നേരം നീ ഞാനുമായിട്ട് ഫൈറ്റ് ചെയ്തു, പക്ഷേ എന്റെ ഓരോ പഞ്ചും അത് പ്രിവെന്റ് ചെയ്യുകയല്ലാതെ നീ എന്നെ കൊല്ലാൻ ശ്രമിച്ചിട്ടില്ല. പക്ഷെ എന്റെ ഒരേ ഒരു ലക്ഷ്യം അത് നിന്നെ കൊല്ലുക എന്നത് മാത്രമാണെന്ന് പറഞ്ഞ് അവൻ വീണ്ടും എന്തോ ഒരു ചിപ്സു ഫുൾ പവറിൽ അങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങും. സാസുക അവൻ ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ആ 9 ടെയിൽഡ് ബീസ്റ്റുകള് അവറ്റകളെ മുഴുവനും അവൻ അവന്റെ ചുറ്റിലും അങ്ങനെ റൗണ്ട് ചെയ്ത് നിർത്തും. ഇപ്പൊ ഈ ലോകത്തിൽ വെച്ച് ഏറ്റവും പവർഫുൾ അത് ഞാനാണ്. അവൻ ആ ടെയിൽഡ് ബീസ്റ്റുകൾ ഉപയോഗിച്ച് എന്തോ ഒരു അറ്റാക്കിന് തയ്യാറെടുക്കുന്നതോടു കൂടെ ഈ ഒരു എപ്പിസോഡും
അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു വെബിസോ.